ഹലോ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്കയുടെ വാൻ ആപ്പിൽ ഒരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ കസ്റ്റമറിൽ പോവാം. ഓൾറെഡി ലിസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പുതിയൊരു കസ്റ്റമറിനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്രിയേറ്റ് കസ്റ്റമറിൽ പോയിട്ട് കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം ഇനി കസ്റ്റമറിൻ്റെ ഇമേജ് അല്ലെങ്കിൽ അവരുടെ ഷോപ്പിൻ്റെ ഇമേജ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആഡ് ഡോക്യുമെൻറ്റിൽ പോയിട്ട് ആ ഒരു ഫയൽ അറ്റാച്ച് ചെയ്യാം. പിന്നെ താഴെ തന്നെ നമുക്ക് സെൻഡ് ഫോർ അപ്രൂവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വാൻ സെയിൽസ്മാൻ ഒരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ ഈ സെൻഡ് ഫോർ അപ്രൂവൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൺസ് നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് ആ ഒരു അപ്രൂവൽ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഇവിടെ കസ്റ്റമർ ക്രിയേഷൻ നടക്കുകയുള്ളൂ. അത് നമുക്ക് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ മെയിൻ ക്ലൗഡിൽ അവൈലബിൾ ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് നമുക്ക് കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജിയോ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജിയോ ലൊക്കേഷൻ നമ്മളൊരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് നമ്മൾ വൺസ് അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെയും പോയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ബാക്ക് എൻഡിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഇവർക്ക് ബില്ലടിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ആ ഒരു കസ്റ്റമറിൻ്റെ നിയർ ബൈ ലൊക്കേഷനിൽ പോയാൽ മാത്രമേ സെയിൽസ്മാന് അവർക്ക് ബില്ലടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. സോ ഇത്രയാണ് നമുക്ക് നമ്മുടെ കസ്റ്റമറിൻ്റെ ക്രിയേഷനും കാര്യങ്ങളും വരുന്നത്.